ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വയനാട്ടിലെ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് DYFI പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായി തൃക്കാരൂരിൽ പ്രവർത്തിക്കുന്ന കാർസില്ല കാർ സ്പാ സെന്റർ സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും DYFIയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കൈമാറിയാണ് മാനേജ്മെന്റ് മാതൃകയായത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് DYFI പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായി തൃക്കാരിയൂർ ആലുമാവും ചുവടിൽ പ്രവർത്തിക്കുന്ന കാർസില്ല കാർ സ്പാ സെന്റർ ഒരു ദിവസത്തെ മുഴുവൻ തന്റെ സ്ഥാപനത്തിലെ വരുമാനമാണ് തൃക്കാരിയൂർ സ്വദേശിയായ കാർസില്ല സ്ഥാപന ഉടമ ദിവേഷ് ബാബു DYFIക്ക് കൈമാറിയത്. DYFI തൃക്കാരിയൂർ മേഖലാ കമ്മിറ്റിയും കാർസില്ല വാഷിംഗ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് ഇനി അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിൽ ഒരു വലിയ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ആ പ്രവർത്തനം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പ്രത്യേക ടൗൺഷിപ്പ് അടക്കം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വരുമാനം ഉൾപ്പെടെ ഉറപ്പുവരുത്തത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു പുനരധിവാസ പാക്കേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തോട് സമൂഹമാകെ സഹകരിക്കുകയാണ്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP ജയകുമാർ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് KN, മേഖലാ സെക്രട്ടറി സൂരജ് CS, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷാഹിൻ TA, ബ്ലോക്ക് കമ്മിറ്റി അംഗം സുബിൻ S, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നവനീത് ബോസ്, ഉമേഷ് ഉണ്ണി, ആകാശ് വിനു എന്നിവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ.